ഇതിൽ ഉൾപ്പെട്ട ആളുടെ പേരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകയും തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗവുമായിരുന്ന ആളാണെന്നാണ്. ഇത് കേരളത്തിൻ്റെ പോക്ക്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പയ്യന്നൂരിലും ഈ തെളിവെടുപ്പും എല്ലാം നമ്മുടെ സ്ത്രീകൾക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വകുപ്പുകൾ ഉൾപ്പെടെ എല്ലാം ശക്തമായി നടപ്പാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പണസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് നമ്മുടെ വനിതകൾക്കൊന്നാകെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒന്നാകെ ഇത്തരത്തിൽ അപമാനകരമായ തരത്തിൽ നമുക്കൊരിക്കലും ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വണ്ണം ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ആസൂത്രമായി നടക്കുന്നു. ആ നടത്തുന്ന ആൾ, ഇതിൽ ഉൾപ്പെട്ട ആളുടെ പേരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകയും തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗവുമായിരുന്ന ആളാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള കുത്സിതമായ ശ്രമത്തിലേർപ്പെട്ടാൽ ലോക്കൽ പോലീസുകാരെ ഒന്ന് വഴിപാട് പോലെ നടത്തി പോകേണ്ടതാണോ? അതിനുള്ള സെല്ലില്ലേ? ടെക്നിക്കലായിട്ട് അത് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ലേ? മൊബൈൽ ഫോണുകളിലുള്ള ആളോട് ഉന്നത തലമൊന്നുമല്ല, ഒരു തലത്തിൻ്റെ അല്ല, അത് നിങ്ങൾ പറയുന്ന സാധാരണ വാക്കാണ്. എന്താ ഉന്നതതല അന്വേഷണം? ഒരു എസ് ഐ വന്നിട്ട് ഇവിടെ അന്വേഷിച്ച് പോകുന്നതാണോ? അപ്പോൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ഇതൊരു തുടക്കമാണ്. ഒന്ന് രണ്ട് സ്ഥലത്തുണ്ടായതായിട്ട് ഈ മനുഷ്യാവകാശ സംഘടനകളുടെ ആൾക്കാർ പറയുന്നു. എനിക്കറിയില്ല, ഞാൻ ഗോവയിലായിരുന്നതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാ സുരക്ഷിതർ? എന്ത് വേണേൽ ചെയ്യാം. നാളെ ഈ അപകടതലം, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നാളെ ഒരു പക്ഷേ അത് ഈ സ്ത്രീകളെല്ലാം കയറായിട്ടെന്ന് പറഞ്ഞു എന്നുള്ള വരും. ഇല്ലെങ്കിൽ ഒരു പോലീസ് കോൺസ്റ്റബിളും ഒരു മോശപ്പെട്ട സ്ത്രീയുമുണ്ടെങ്കിൽ, ധനാർത്ഥി മൂർത്തവത്ത് സ്ത്രീയുമുണ്ടെങ്കിൽ, ആരെയും കൊടുക്കാമെന്ന അവസ്ഥ വന്നാൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യാതെ വേറെന്താ മാർഗം? ഈ അപകടത്തിനാണ് ഞാൻ പറയുന്നത്. എന്താ മനസ്സിലായില്ല? അതല്ലല്ലോ ഇതിനകത്ത് ഒരു കാര്യം പറയുമ്പം അതിൻ്റെ പ്രധാന സത്ത മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യം ശുദ്ധ തെറ്റാ. ഞാൻ അങ്ങനെ ആണോ പറഞ്ഞത്? സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരുപാട് നിയമങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് അതിനെ മോശപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർ പ്രതികൾ ഉപയോഗിക്കും. എന്തിനാ ഇങ്ങനെ ഇത്തരത്തിൽ ചോദിക്കുന്നത് ശരിയാണോ? നമുക്കും നമ്മുടെ സഹോദരന്മാരൊക്കെ ഇല്ലേ? നമുക്ക് ആരെയാ ഇങ്ങനെ ആക്കാൻ സാധിക്കാത്തത്? കേരളത്തിലെ ഈ അപകടകരമായ പോക്കിന് കടിഞ്ഞാടാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായി നാളെ ദോഷഫലങ്ങൾ ഒരുപാടുണ്ടാകും. ഈ കേസ് തന്നെ ഇപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇത് അയാളെ ആത്മഹത്യാക്കുറ്റത്തിലേക്ക് നയിച്ച ഇമ്മീഡിയറ്റ് കാരണം അതാണല്ലോ പ്രോക്സിമിറ്റി എന്നതിന് പറയുക. പ്രോക്സിമിറ്റി റീസൺ എന്താ? ഇതാണെന്നാണല്ലോ ഇപ്പോൾ ആക്ഷേപം. ആ ആക്ഷേപം അന്വേഷിക്കാൻ ഉള്ള ഭാരത പോലീസിനില്ലേ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഇപ്പോൾ ഇന്നെഴുതിയല്ല ഞാൻ പറയുന്നത്, ഇന്നെഴുതിയ സ്റ്റേറ്റ് 161 സ്റ്റേറ്റ്മെൻറ്റാണ്. ഇൻക്വസ്റ്റിലോ FIRലോ അല്ലെങ്കിൽ അഡീഷണൽ റിപ്പോർട്ടോ കൊടുക്കത്തക്കവണ്ണമോ ഒരു കാര്യവും ഈ ഇത്രയും സമയം ചെയ്തില്ല എന്ന് പറയുമ്പം അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ പത്രപ്രവർത്തകനോ പൊതുപ്രവർത്തകനോ എന്നല്ല, എല്ലാവരും ചിന്തിക്കേണ്ട അപകടമാണ്. എൻ്റെ മനസ്സിൻ്റെ വേദന ഞാനിവിടെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. ബാക്കിയുള്ളവർ ചെയ്യട്ടെ. അവർ ഇനി ചെയ്തു വരുമ്പോൾ എന്താവും? ഈ ഒരു മൊഴികളിലും ഇതില്ല എന്ന് വന്നാൽ ഇതൊരാൾ മരിച്ച് ആത്മഹത്യ ചെയ്തു, നമുക്കെല്ലാം ദുഃഖം രേഖപ്പെടുത്താം, ദുഃഖപ്പെടുത്തി പിരിയാം. നാളെ ഇത് പലയിടത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഇതിനു വേണ്ടി വന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ വിശാലമായി മാനവികതയുടെ അടിസ്ഥാനത്തിലും വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ദോഷങ്ങളും കണക്കിലെടുത്ത് ഒരു പ്രത്യേക കേസ് അന്വേഷിക്കണം. എൻ്റെ ഈ മാധ്യമ സുഹൃത്ത് ചോദിച്ചു ഉന്നതതല അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടറല്ലേ ഇവിടെ വന്നത് ആദ്യം? നമ്മുടെ പോലീസ് ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരാൾ പോട്ടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലില്ലേ? ആ സെല്ലിന് ഈ കേസ് എൻ്റെ വല്ല സഹായം തേടിയോ? മരിച്ച ആളിൻ്റെ ഫോണോ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടവരുടെ ഫോണോ സാക്ഷികളുടെ ഫോണോ എടുത്ത് അതിൻ്റെ അകത്ത് നോക്കിയാൽ പല വിവരങ്ങളും ഇൻഫർമേഷനിൽ എത്താൻ പറ്റുമല്ലോ. ഒന്നും നടക്കാതെ ഈ നിമിഷം വരെയും FIRലും ഇൻക്വസ്റ്റിലും 2 ദിവസം വരെയായിട്ടും ഒരു സാധാരണ ആത്മഹത്യ എന്നുള്ളതിൽ ചുരുക്കിയത് ആപത്കരമായ പല ദിശകളിലേക്കും അത് വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ കിടക്കുന്നില്ല. പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ വരും, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഇത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിൻ്റെ പ്രത്യേകത, സവിശേഷത, ഈ കേസ് നാളെ ഭാവിയിൽ
എങ്ങോട്ടൊക്കെയാണ് പോകാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. അതിന് പറ്റുന്ന ഏജൻസികൾ ആരെന്നുള്ളത് നമ്മുടെ പോലീസ് പ്രാപ്തരാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൻ്റെ പഴുതുകൾ, ഈ ഉണ്ടായ വീഴ്ചകളും പഴുതുകളും നാളെ ഒരു കോടതിയിൽ കേസെത്തുമ്പം ആരായാലും അതിൻ്റെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതികൾക്ക് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കണമെന്ന് ഞാനിവിടുത്തെ കൗൺസിലറുണ്ട്, മറ്റ് പൊതുപ്രവർത്തകരുണ്ട്, അവരോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.